ശബരിമല അയ്യപ്പൻ്റെ ചില കളികൾ കാണാതിരിക്കാൻ കഴിയില്ല. അതായത് ഒരുമിച്ചിരുന്ന് സ്വർണം കട്ടവർ പരസ്പരം തമ്മിൽ തല്ലിയതോടെ തെളിവുകൾ കുറച്ച് വേഗം തന്നെ അന്വേഷണ കമ്മീഷന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അറസ്റ്റിലായ പത്മകുമാറും വാസുവും പരസ്പരം തല്ലുകൂടിയതോടെ മൊഴി നൽകിയതും വളരെ പ്രധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാറും വാസുവും അടി തുടങ്ങിയതോടെ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് എളുപ്പമായിരിക്കുന്നു. ശ്രീകോവിലിന്റെ കട്ടിളപ്പടികളിലെ പാളികൾ സ്വർണം പൂശണമെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അപേക്ഷ താൻ ബോർഡിന്റെ പരിഗണനയ്ക്ക് അയക്കുക മാത്രമാണ് ചെയ്തതെന്നും, എന്നാൽ ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ അതിൽ അമിത താല്പര്യമെടുത്ത് നടപടികൾ വേഗത്തിലാക്കിയെന്നുമാണ് അറസ്റ്റിലായ വാസു നൽകിയ മൊഴി. എന്നാൽ പത്മകുമാർ എന്ന സ്വർണ്ണക്കള്ളന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പമാകും ഇതിന് കാരണമെന്നും വാസു വ്യക്തമാക്കിയിരിക്കുന്നു. ഇങ്ങനെ വാസു പറഞ്ഞത് മുകളിലുള്ള മുഖ്യമന്ത്രിക്കും അതുപോലെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമായതോടെ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് പത്മകുമാർ ചെയ്തത്. പത്മകുമാറിന്റെ കാഴ്ചപ്പാടിൽ വലിയ കള്ളൻ വാസുവാണ്. അതായത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു തന്ന ശുപാർശ അനുസരിച്ചാണ് ബോർഡ് മറ്റ് വിഷയങ്ങൾക്കൊപ്പം ഇതിലും തീരുമാനമെടുത്തത് എന്നും, കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ശുപാർശകളിൽ വിശദ പരിശോധന നടത്തേണ്ടത് എന്നുമാണ് ഇന്നലെ അറസ്റ്റിലായ പത്മകുമാർ മൊഴി നൽകിയത്. ശബരിമലയിൽ നടത്തിയ ഈ വലിയ തട്ടിപ്പിൽ വാസു ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പങ്കാണ് പരിശോധിക്കേണ്ടത് എന്ന് പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനർത്ഥം വാസു തന്നെ പ്രമുഖനാണ്. വലിയ പ്രമുഖർ എന്ന് ഉദ്ദേശിച്ചത് വാസുവിന് മുകളിലുള്ള മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയാണ് എന്ന് വളരെ വ്യക്തമായി പത്മകുമാർ പറഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വാസുവും പത്മകുമാറും ഏറ്റവും വലിയ കള്ളന്മാരാണ് എന്ന് കഴിയുന്ന വഴികളെല്ലാം അവർ തെളിയിച്ചിരിക്കുന്നു. എന്നാൽ വ്യക്തമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കമുള്ള നേതാക്കളുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് വാസു. പത്മകുമാറിന് അത്ര പിടിപാടില്ല ഇവരുടെ അടുത്ത്. അതാണ് അദ്ദേഹത്തെ ആദ്യം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി വാസുവിനെ ആ സ്ഥാനത്ത് പ്രസിഡന്റാക്കിയത്. അതിനുശേഷം CPM-ൽ അവരുടെ കമ്മിറ്റിയിൽ പ്രൊമോഷൻ നൽകാതെ പത്മകുമാറിനെ തഴഞ്ഞതും നമ്മൾ കണ്ടു. എന്നാൽ പത്മകുമാർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ദൈവതുല്യരായവർ തന്നെ കക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതിനുള്ള മുന്നറിയിപ്പാണ്. അത് പത്രക്കാരോടാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആസ്ഥാന കള്ളൻ വാസുവാണെന്ന കാര്യം പത്മകുമാർ വിളിച്ചു പറയുന്നതാണ് ഈ പ്രസ്താവന. കാരണം പത്മകുമാർ നിർത്തുന്നില്ല. ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉചിതമെന്നുള്ള ശുപാർശകളാണ് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരുന്നത് എന്നും, അതിൽ സാമ്പത്തിക ബാധ്യതയുള്ളത് മാത്രമാണ് കൂടുതൽ പരിശോധിക്കുന്നതെന്നും പത്മകുമാർ പറഞ്ഞിരിക്കുന്നു. സ്പോൺസർ മുഖേന പാളികളിൽ സ്വർണം പൂശുന്നതിൽ സാമ്പത്തിക ബാധ്യത കൂടുതൽ ഇല്ലാത്തതിനാൽ വാസുവിന്റെ ശുപാർശയിൽ ബോർഡ് കൂടുതൽ പരിശോധന നടത്തിയിട്ടില്ല. എന്നാൽ അന്നത്തെ ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ 40ഓളം ഇനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകുന്നു. പക്ഷേ വാസുവിന്റെ നീക്കം സ്വർണം കക്കാൻ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ പരസ്പരം കട്ടുതിന്ന കാര്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. മാത്രമല്ല, തനിക്കറിയാവുന്ന വാസു കള്ളനല്ലെന്നും സത്യസന്ധനാണ് എന്നും വിളിച്ചു പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രന് ഒരു പണി കൊടുക്കാനും പത്മകുമാർ തീരുമാനിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പാളികൾ സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പിനായി ആദ്യം അപേക്ഷ നൽകിയത് തൻ്റെ ബോർഡിനല്ല എന്നും, അത് ദേവസ്വം വകുപ്പ് തലത്തിലാണെന്നും അവിടെ നിന്ന് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരികയായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകിയതായും വിവരം ലഭിച്ചിരിക്കുന്നു SITക്ക് മുൻപാകെ. അതായത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന് പിന്നിലെന്നാണ് പത്മകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനത്തിലും വകുപ്പിനോ മന്ത്രിക്കോ പങ്കില്ല എന്നാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെയും പറഞ്ഞത്. പക്ഷെ എല്ലാം അറിയുന്ന പത്മകുമാർ വാസുവിനെയും കടകംപള്ളിയെയും, അതായത് മുഖ്യമന്ത്രിയുടെ 2 വിശ്വസ്തരെയും പൂട്ടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ്. അപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വാസുവിൽ നിന്ന് കടകംപള്ളിയിലേക്ക് പോയി കഴിഞ്ഞു. ഇനി കടകംപള്ളിക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം. അതും പത്മകുമാർ തന്നെ പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി.